Hey all, welcome to ഉസ്താദ ഓൺലൈൻ ഗൈഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ MA അറബിക്കിൽ വരുന്ന ക്ലാസിക്കൽ ആൻഡ് മെഡീവൽ അറബിക് പോയട്രി എന്ന വിഷയത്തിലെ ഫസ്റ്റ് ബ്ലോക്ക് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 2 ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആദ്യമേ പറയട്ടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി അല്ല ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തില് ഈ യൂണിറ്റ് 2 എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന തരത്തില് അറിയിക്കുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് അല്ല. മറിച്ച് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകണം അഥവാ എക്സാം ബേസ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നമ്മുടേത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിൽ ആദ്യമായിട്ട് ഒരു മുഖദ്ദിമ, ഒരു ഇൻട്രൊഡക്ഷൻ പറയാണ്. യുമസ്സിലു അസ്റുൽ ഇസ്ലാമി മർഹലത്തുൻ ഫാസില ഫി താരിഖിൽ അറബ്. അറബ് ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമാണ് ഇസ്ലാമിക കാലഘട്ടം. ഹൈസു അഹദസൽ ഇസ്ലാം, ഏതുപോലെ ഇസ്ലാം സംഭവിച്ചു അല്ലെങ്കിൽ ഇസ്ലാം കാരണം ഉണ്ടായി തഹവ്വുലൻ ഷാമിലൻ, പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം ഫി മുഖ്തലിഫി ജവാനിബിൽ ഹയാത്ത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. ഫഖദ നഖല അൽ മുജ്തമിഉൽ അറബി, അറബ് സമൂഹത്തിനെ ഇത് പരിവർത്തനം ചെയ്തു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തു. മിനൽ ജാഹിലിയത്തിൽ കായിമ, അവിടെ നിലനിന്നിരുന്ന ആ ജാഹിലിയത്തിൻ അലൽ ദുൽമി വൽ അസ്ബിയത്തി വൽ വസനിയ. എങ്ങനെയായിരുന്നു ജാഹിലിയത്ത്? ലുൽമ, അക്രമങ്ങളെ കൊണ്ട്, വൽ ആസ്ബിയ, ഗോത്രപക്ഷപാതിത്വങ്ങൾ കൊണ്ട്, വൽ വസനിയ, ബിംബാരാധനകൾ കൊണ്ട്, ഇലാ നിലാമിൽ മുത്തക്കാമിൽ, ഇതൊക്കെ നിലനിന്നിരുന്ന ആ ജാഹിലിയ സമൂഹത്തിൽ നിന്നും എന്തിലേക്കാണ് ഇസ്ലാം പരിവർത്തനം ചെയ്യിപ്പിക്കുന്നത്? ഇലാ നിലാമിൻ മുത്തക്കാമിൽ, പൂർണ്ണമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. യഖൂമു അല തൗഹീദ്, എന്തിന് നിലകൊള്ളുന്ന? തൗഹീദിൽ നിലകൊള്ളുന്ന അഥവാ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ആ ജാഹിലിയത്തിൽ നിന്നും അറബ് സമൂഹത്തിനെ കൊണ്ടുവരികയാണ്. തൗഹീദ് വൽ അദ്ൽ, നീതിയിലും വൽ മുസാവ, തുല്യതയിലും ഒക്കെ വേരൂന്നിയിട്ടുള്ള ഒരു സമൂഹമാക്കി പിന്നീട് അവരെ മാറ്റുകയാണ്. വലം യകുൻ ഹാദ തഹവ്വുൽ സത്ഹിയൻ, ഈ ഒരു മാറ്റം എങ്ങനെയാണ് എല്ലാം കവർ ചെയ്യുന്നതായിരുന്നില്ല. ബൽ ഷമിലൽ അഖീദ വൽ ഫിഖർ വസ്സുലൂക് വൽ ഫർദി വൽ ഇജ്തിമാഇ മിമ്മ അസ്സസ ലി ഹളാറത്തുൽ ഇൻസാനിയ ജദീദ. എന്നാലോ അത് ഉൾക്കൊണ്ടിരുന്നു അൽ അഖീദ, വിശ്വാസം ഉൾക്കൊണ്ടിരുന്നു, വൽ ഫിഖർ, ചിന്താഗതിയെ, വസ്സുലൂക്കുൽ ഫർദി, ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തെ, വൽ ഇജ്തിമായ, സമൂഹത്തിന്റെ സ്വഭാവത്തെ, മിമ്മ അസ്സസ ലി ഹളാറത്തുൽ ഇൻസാനിയ ജദീദ, അത് എന്തിന്റെ അടിത്തറയായി? അതൊരു പുതിയ മനുഷ്യ നാഗരികതയ്ക്കുള്ള ഒരു അടിത്തറ പാകുകയായിരുന്നു ഇസ്ലാമിക കാലഘട്ടം എന്ന് പറയുന്നത്. മലാഹിറുൽ ഹയാത്ത് ഖബലൽ ഇസ്ലാം, ഇനി ഇസ്ലാമിന് മുൻപുള്ള ഒരു ജീവിതം, നമ്മൾ ഇസ്ലാമിക കാലഘട്ടം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അറിയണം എന്നുണ്ട് എങ്കിൽ അതിന് മുൻപുള്ള ആ കാലഘട്ടത്തിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് വേണം അല്ലെ? എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് വന്ന കാലം എത്രത്തോളം വലിയ മാറ്റമാണ് കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ചിത്രം പറയാണ്. കാനത്തുൽ ഹയാത്തുൽ അറബിയ ഖബലൽ ഇസ്ലാം, ഇസ്ലാമിന് മുൻപുള്ള അറബികളുടെ ജീവിതമായിരുന്നു തത്തസിമു ബിൽ ഫൗല അൽ ഇജ്തിമാഇയ വസിയാസിയ, രാഷ്ട്രീയവും സാമൂഹികപരവുമായിട്ടുള്ള പ്രശ്നങ്ങളാൽ മുഴുകി നിൽക്കുന്നതായിരുന്നു. ഹൈസു ഇന്തശറത്തൽ അസ്ബിയ, ഏതുപോലെ അവർക്കിടയിൽ വ്യാപിച്ചിരുന്നു അൽ അസ്ബിയ, പക്ഷപാതിത്വം, അൽ കബലിയ, ഗോത്രപരമായിട്ടുള്ള പക്ഷപാതം, വൽ ഹുറൂബുൽ മുസ്തമിറ, തുടർന്നുകൊണ്ടേയിരിക്കുന്ന നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ, ബൈനൽ ഖബായിൽ, ഗോത്രങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ അവർക്കിടയിൽ വ്യാപകമായിരുന്നു ഇബാദത്തുൽ അസ്നാം, ബിംബാരാധനകൾ, വൽ ഖുറാഫാത്ത്, അനാചാരങ്ങൾ, അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്താണ്? പൂർണ്ണമായിട്ടുള്ള ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു സ്വഭാവ വ്യവസ്ഥ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ആനത്തൽ മർഅതു മിനത് തഹ്മീഷ്, സ്ത്രീകൾക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നില്ല. സ്ത്രീകളെ വെറും ഒരു കാമത്തിന്റെ ഒരു പാത്രം മാത്രമായിട്ട് ആയിരുന്നു ഇവരെ കണക്കാക്കിയിരുന്നത്. അഥവാ ജാഹിലിയ കാലഘട്ടത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ റിസർച്ചേഴ്സിന്റെ വാക്കുകളൊക്കെ അറിയാം. ഇങ്ങനെ എന്താണ്, സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യരായിരുന്നു. അല്ലെങ്കിൽ സ്ത്രീയെ ഒരു വസ്തു ആയിട്ട് മാത്രം
കണക്കാക്കിയിരുന്ന ഒരു സമൂഹമായിരുന്നു ജാഹിലിയത്ത്. അതുപോലെ തന്നെ പാവങ്ങളുടെയും ദുർബലരുടെയും ഒക്കെ എന്താണ് അവകാശങ്ങളില്ലായിരുന്നു, അല്ലെങ്കിൽ അവകാശങ്ങളില്ലാത്ത ഒരു സമൂഹമായിരുന്നു. ആരായിരുന്നു അവിടെ അധികാരം ചെലുത്തിയിരുന്നത്? ശക്തന്മാർക്കായിരുന്നു ആ കാലഘട്ടത്തില് പവർ ഉണ്ടായിരുന്നത്. അഥവാ നമ്മൾ പറയുന്നത് പോലെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ തരത്തിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തില് നിലനിന്നിരുന്നത്. ഇസ്ലാമി. ഇനി ഇസ്ലാമിക കാലഘട്ടത്തിൽ വരുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ്. ഇസ്ലാം അറബ്. ഇസ്ലാം എന്താണ്? ഇസ്ലാം കൊണ്ടുവരുന്നുണ്ട്, ഇസ്ലാം സംഭവിക്കുന്നുണ്ട്, ആഴത്തിലുള്ള ഒരു വിപ്ലവം കൊണ്ടുവരുന്നുണ്ട്. ഫി നുഫൂസിൽ അറബികളുടെ മനസ്സുകളിൽ. ഇത് അത് അള്ളാഹുവിലേക്കുള്ള ഏകദൈവ വിശ്വാസത്തിലേക്കും അതുപോലെ തന്നെ ഷിർക്കിനെതിരെയും അത് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അതായിരുന്നു അതിന്റെ മെസ്സേജ് എന്ന് പറയുന്നത്. അത് മനുഷ്യനെ അവന്റെ സ്രഷ്ടാവിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തു. അഥവാ ഇസ്ലാം കൊണ്ടുവരുന്ന ആ ഒരു തൗഹീദ് എന്ന മെസ്സേജ് എന്താ കൊടുക്കുന്നത്? തന്റെ ദൈവത്തിനോട് നേരിട്ട് തന്റെ ആവശ്യങ്ങൾ പറയുക എന്ന ആ ഒരു മെസ്സേജ് ഇസ്ലാമിക കാലഘട്ടത്തിലാണ് കൊണ്ടുവരുന്നത്. അതിനു മുൻപ് ജാഹിലിയ കാലഘട്ടത്തിലും അള്ളാഹു എന്ന ഒരു റബ്ബ് ഉണ്ട് എന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾക്കും അറിയാമായിരുന്നു. പക്ഷേ അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവർക്കിടയിൽ ഇടയാളന്മാരുണ്ടായിരുന്നു, അഥവാ അവർ ഷിർക്ക് ചെയ്യുന്നവരായിരുന്നു. അള്ളാഹുവിന് പുറമെ മറ്റ് വിഗ്രഹങ്ങളെയും അതുപോലെയുള്ള വലിയ ഔലിയാക്കളെയും ഒക്കെ എന്താണ് ഔലിയാക്കളായി കണക്കാക്കുന്നവർ ചിലരെയൊക്കെ അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഇവര് പ്രാർത്ഥിച്ചിരുന്നത്. അഥവാ അങ്ങനെയായിരുന്നു അവരുടെ ദൈവിക സങ്കല്പം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാം വന്നപ്പോൾ ഈ വക അനാചാരങ്ങളെല്ലാം തന്നെ നിർത്തി മറിച്ച് മനുഷ്യന് ആവശ്യം അറിയിക്കാൻ അള്ളാഹു ഏകനാണ്, അള്ളാഹുവിനോട് എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുക എന്ന ഒരു ആശയം ഇസ്ലാം കൊണ്ടുവന്നു. അഥവാ മനുഷ്യനെ അവന്റെ റബ്ബിലേക്ക് നേരെ കണക്ട് ചെയ്യിപ്പിച്ചു. ഈമാൻ. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്ത് ഭാഗി? ഈമാൻ ബിൽ ആഹിറ, അന്ത്യനാളിനെ പറ്റിയുള്ള ഒരു ഈമാൻ ഓരോ അറബികളുടെയും മനസ്സിൽ കൊണ്ടുവന്നു. അതെന്ത് സംഭവിച്ചു? അത് ഓരോ മനുഷ്യനും താൻ ഉത്തരവാദിയാണ് എന്ന ബോധം അത് ഉണ്ടാക്കി. അവന്റെ പ്രവൃത്തിയെ പറ്റി താൻ എന്ത് ചെയ്യുമ്പോഴും നാളെ പരലോകത്ത് ഞാനിത് അള്ളാഹുവിന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരും എന്ന ഒരു ഉത്തരവാദിത്ത ബോധം ഇസ്ലാം ഓരോ അറബികളുടെയും ഉള്ളിൽ കൊണ്ടുവന്നു. ഇസ്ലാം ഫി തഹ്ദീബിൻ നഫ്സി. ഏതുപോലെ ഇസ്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തു ഫി തഹ്ദീബിൻ നഫ്സി, മനുഷ്യന്റെ ആത്മാവിനെ സംസ്കരിക്കുന്നത്. ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിടാൻ. അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ. ഏതുപോലെ ഭൗതിക ലോകവും ആത്മീയ ലോകവും തമ്മിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു മെസ്സേജ് ആണ് ഇസ്ലാം വരുന്നതിലൂടെ ആ അറബികൾക്ക് കിട്ടുന്നത്. ഇനി അസറൽ ഇസ്ലാം ഫിൽ ഹയാത്തിൽ ഇജ്തിമായ. ഇനി ഇസ്ലാം വരുന്നത് കൊണ്ട് സാമൂഹികപരമായിട്ടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അസ്ഹമൽ ഇസ്ലാം ഫി ബിനാഇ മുജ്തമഇ മുതമാസിക് യഖൂമു അലൽ ഉഖ്വതി വതകാഫുലുൽ ഇജ്തിമായി. ഇസ്ലാം സഹായിച്ചു ഫി ബിനാഇ മുജ്തമഅൻ, ഒരു സമൂഹത്തെ നിർമ്മിക്കാൻ. എങ്ങനെയുള്ള? മുതമാസികൻ യഖൂമു അലൽ ഉഖ്വ വതകാഫുലുൽ ഇജ്തിമായി. അത് സാഹോദര്യത്തിലും സാമൂഹിക സഹവർത്തത്തിലും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ ഇസ്ലാം സഹായിച്ചു. ഇസ്ലാം നിരോധിച്ചു അൽ അസ്ബിയത്തുൽ കബീല, ഗോത്രപരമായിട്ടുള്ള വംശീയവാദങ്ങളെ അത് നിരോധിച്ചു. അതുപോലെ തന്നെ ശ്രേഷ്ഠതയുടെ അളവുകോൽ, അഥവാ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നതിന്റെ അളവുകോൽ എന്താക്കി മാറ്റി? അത് തഖ്വയും സൽപ്രവർത്തികളുമാക്കി അത് ഇസ്ലാം മാറ്റി. അഥവാ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ നല്ലതാണ്
എന്ന് പറയാനുള്ള അളവുകോൽ അവന്റെ തഖ്വയും അവന്റെ ഭയഭക്തിയും അവന്റെ നല്ല പ്രവർത്തനങ്ങളും മാറ്റി. കമാ റഫഅ മകാനത്തുൽ മർഅ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെ സ്ത്രീകളുടെ സ്ഥാനം ഇസ്ലാം ഉയർത്തി. വഹഫിള ഹുഖൂഖുൽ യതാമ വൽ ഫുഖറാ. എന്താണ്, യതീംകളുടെയും അനാഥരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ അവകാശങ്ങൾ ഇത് സംരക്ഷിച്ചു, ഇസ്ലാം സംരക്ഷിച്ചു. വദഅ ഇല തആവുനി വതറാഹുമി ബൈന അഫ്റാദിൽ മുജ്തമഇ. വദഅ, ഇസ്ലാം ക്ഷണിച്ചു, ഇല തആവുനി, സാഹോദര്യത്തിലേക്ക്, വതറാഹും, കാരുണ്യത്തിലേക്ക്, ബൈന അഫ്റാദിൽ മുജ്തമഇ, സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കിടയിലും. മിമ്മ അദ്ദ ഇല ഇസ്തിഖ്റാർ ഇജ്തിമാഇ ഗൈറ മസ്ബൂഖ്. അത് എന്തിലേക്ക് കൊണ്ടെത്തിച്ചു? ഇല ഇസ്തിഖ്റാരിൻ ഇജ്തിമാഇ ഗൈറ മസ്ബൂഖ്. എന്താണ്, ഒരു മേൽക്കോയ്മയില്ലാത്ത ഒരു സമൂഹത്തെ അടിത്തറ അല്ലെങ്കിൽ നല്ല ഒരു തുല്യത, നീതി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ വിത്ത് പാകാൻ ഇത് സഹായിച്ചു. ഇതാണ് യൂണിറ്റ് 2 തുടക്കം എന്ന് പറയുന്നത്, ഇസ്ലാമിക കാലഘട്ടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഇതിന്റെ തുടർന്നുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. നമ്മുടെ വിഷയത്തിന്റെ പേര് പോലെ ഷിഅറാണ്, ഷിഅറുൽ ഇസ്ലാം ഉണ്ട്. ഇസ്ലാമിക കാലഘട്ടത്തിലെ ഷിഅറിനെ പറ്റി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക കാലഘട്ടത്തിൽ പ്രശസ്തരായ കവികളെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ഷോർട്ട് നോട്ട്സ് ഒക്കെ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതല്ല, ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ തന്നെയാണ് വേണ്ടത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താച്ചാലും നിങ്ങളുടെ ആവശ്യം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് അതനുസരിച്ചായിരിക്കും ഇനി അടുത്ത ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.